أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. إن الله على كل شيء قدير. അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും മേൽ കഴിവുള്ളവനാണ്, എന്തിനും കഴിയുന്നവനാണ്. ഷെയ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ് ഉള്ള വസ്തുക്കൾക്കാണ് ഷെയ് എന്ന് പറയും. ഇല്ലാത്തതിനെ കുറിച്ച് എങ്ങനെ ഷെയ് എന്ന് പറയാം? ഷാ എൻ്റെ ഫീൽ ഇപ്പം ഷാ യഷാ ഉ ഷെയ് അൻ ഫഹുവ ഷാ ഇ ഉൻ. ഷായു എന്നുള്ള ചുരുക്കി പറയുമ്പോൾ ഷാ ഇൻ എന്ന് പറയും. ഷീ യുഷാവു ഷെയ് അൻ ഫഹുവ മഷീ ഉൻ. ഷെയ് എന്നുള്ള മസ്ത്ര ആയതുകൊണ്ട് മസ്തറുകൾ ചിലപ്പോൾ ഇസ്മ ഫായിൻ്റെ അർത്ഥത്തിന് വരാറുണ്ട്, ഇസ്മ മഫൂലിൻ്റെ അർത്ഥത്തിനും വരാറുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഷെയ് എന്നത് ഷാ ഇൻ, ഷാ എന്നാണ് ഉദ്ദേശിക്കുന്നവൻ. لأنه في الأصل مصدر شاء أطلق بمعنى شاء تارة وحينئذ ഉദ്ദേശിക്കുന്നവൻ. ഉദ്ദേശിക്കുന്നവൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാണെന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവനല്ലേ. അപ്പോൾ അള്ളാഹ്ക്ക് അള്ളാഹിൻ്റെ മേലും കഴിവുള്ളതാന്ന് വരും. അതാണ് വഹീനൈദിന് എത്തനാബുൽ ബാരിയ തആല അള്ളാഹു താനോട് കൊടുത്തു. നോക്കി, അള്ളാഹനെ പറഞ്ഞിട്ടുണ്ട് സ്ഥലത്ത്, കുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഏറ്റവും വലിയ സാക്ഷിയായിട്ടുള്ള വസ്തു ഏതാണ്? ഖുലില്ലാഹു ഷഹീദ്. അവിടെ ഷെയ്ഇന് അള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഷെയ്ഇന് ഷാഇ എന്നാണ് അർത്ഥം. അഭിമാന മഷീ ഇൻ നുഹ്റ, ഇസ്മഫൂലാണല്ലോ മഷീ, അതിൻ്റെ അർത്ഥത്തിന് വരും. അതായത് ഉദ്ദേശിക്കപ്പെട്ടത്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ, ഉണ്ടാവണമെന്ന് ഉദ്ദേശിക്കപ്പെട്ട വസ്തു. ഉണ്ടാകണമെന്ന് മഷീഉൻ വുജൂദുഹു വമാഷാ അല്ലാഹു വുജൂദുഹു, ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടതും ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചതും. അത് രണ്ടും ഫിൽ ജുമല മൗജൂദ് തന്നെയാണല്ലോ. ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടതും ഉണ്ടായതുമായ വസ്തുക്കൾ. ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഉണ്ടായത്, ഇനി ഉണ്ടാകണമെന്ന് ഭാവിയിൽ ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കപ്പെട്ട് അതിൻ്റെ മേലിലൊക്കെ അല്ലാഹു തആലക്ക് കഴിവുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ് ഫിൽ ജുമല മൊത്തത്തിൽ. അപ്പോൾ മൗജൂദ് എന്നർത്ഥം തന്നെയാണ്. വഅലൈഹി ഖൗലുഹു തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ ഉണ്ടായതിൻ്റെ മേലും ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ മേലും അള്ളാഹ്ക്ക് കഴിവുണ്ട്. അള്ളാഹനെ പെടൂലയിൽ ഷെയ്ഇൽ, കാരണം മഷീ എന്നർത്ഥത്തിനാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവനാണ്. അഥവാ ഉണ്ടായതിനെയും ഉണ്ടാകാൻ പോകുന്നതിനെയും സൃഷ്ടിക്കുന്നവനാണ്. അപ്പോൾ രണ്ടർത്ഥത്തിനും വെക്കാൻ പറ്റും. ഫഹുമ അലാ ഉമൂമിഹിമ, രണ്ടർത്ഥവും ആവാം. ബിലാ മസ്നവിയ്യ, ഒരർത്ഥത്തെ ഒഴിവാക്കേണ്ടതൊന്നുമില്ല, രണ്ടർത്ഥവും വെക്കാം. അപ്പോൾ ചുരുക്കത്തിൽ മുംകിനായ സാധനത്തിനെക്കുറിച്ചും മൗജൂദായ സാധനത്തെക്കുറിച്ചുമാണ്. മൗജൂദായതോ മൗജൂദാകാൻ പോകുന്നതോ ആയ വസ്തുക്കളുടെ മേലിലാണ് ഇപ്പോൾ ഷെയ് എന്ന് പറയാം. ഇതാണ് അഹ്ലുസുന്ന പറയുന്നത്. മുഅ്തസിലത്ത് പറയുന്നത് ഷെയ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മാ യസിഹു അൻ യൂജദ എന്നാണ്. ഉണ്ടാകാൻ പറ്റുന്നത് എന്ന്. ഉണ്ടാകാൻ പറ്റുന്നതെന്ന് പറയുമ്പം വാജിബ് താര ഉണ്ടാകാൻ പറ്റുന്നതാണ്. മാ യസിഹു അൻ യൂജദ മുംകിനതാണ്. അല്ലെങ്കിൽ മറ്റർത്ഥം മാ യസിഹു അൻ യുഅലമ വയുഖ്ബറ അൻഹു, അറിയാൻ പറ്റുന്നത്, വാർത്തയാക്കാൻ പറ്റുന്നത് എന്ന്. വാർത്ത പറയാൻ, അതിനെക്കുറിച്ചൊരു വിവരം പറയാൻ പറ്റുന്നത് എന്ന് പറയുമ്പം ഫയഉമുൽ മുംതനിഅ. മുഹാലിനെ കുറിച്ചും എന്ത് പറയാം? ഷെയ് എന്ന് പറയാം. കാരണം അതിനെക്കുറിച്ചൊക്കെ ഖബർ പറയാൻ പറ്റുമല്ലോ, അതിനെക്കുറിച്ചൊക്കെ വർത്തമാനം പറയാൻ പറ്റുമല്ലോ, അതിനൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ വാജിബും മുംകിനും മുംതനിയും മുഹാലും ഇതിനൊക്കെ ഷെയ് എന്ന് പറയാമെന്നാണ് മുഅ്തസിലത്തിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ഇവിടെ അർത്ഥം വെക്കാൻ പറ്റുമോ? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ മുഹാലായ സാധനത്തിന് അള്ളാഹ്ക്ക് കഴിവുണ്ടാക്കാൻ പറ്റുമോ? അള്ളാഹ്ക്ക് അള്ളാഹിൻ്റെ മേലെ കഴിവുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? മൂന്നർത്ഥമാണ് ഷെയ്ഇന് വെക്കുന്നതെങ്കിലും ഇവിടെ മുംകിന് എന്നാണ് എന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞു മാ യസിഹു അൻ യൂജദ എന്നോ മാ യസിഹു അൻ യുഅലമ വയുഖ്ബറ അൻഹു എന്നാണോ അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ ലസിമഹുമു തഖ്സീസു. ഇവിടെ ഷെയ്ഇനെ
പരിമിതപ്പെടുത്തേണ്ടി വന്നു ബിൽ മുംകിനായ മൗജൂദ്, മുംകിനായ ഷെയ് എന്ന് അർത്ഥം വെക്കേണ്ടി വന്നു. ഫിൽ മൗദൈനി 2 ആയത്തിനും അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ മുംകിനിൻ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ മുംകിനിൻ ഖദീർ എന്നിങ്ങനെ അതിനെ അർത്ഥം പരിമിതപ്പെടുത്തേണ്ടി വന്നു. ഓക്കെ, അതെന്താ തെളിവ്? ബുദ്ധിയിലാക്കൽ, ബുദ്ധി കൊണ്ട് നമുക്ക് ആലോചിക്കുമ്പോൾ അള്ളാഹു താലാക്ക് മുഹാലിൻ്റെ മേൽ കഴിവുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ അർത്ഥം മുഅ്തസിലത്തിന് തഖ്സീസ് ചെയ്യേണ്ടിയെന്ന് നമുക്ക് ആ പ്രശ്നമല്ല. കാരണം നമ്മളതിൽ മൗജൂദിന് മാത്രമേ എന്ന് പറയുള്ളൂ, ഫിൽജുബിലെ മൗജൂദിന് മാത്രമേ ഷെയ് എന്ന് പറയൂ. എല്ലാ ഷെയ് മൗജൂദാണ്, എല്ലാ മൗജൂദും ഷെയ് ആണ്. മുഅ്തസിലിൻ്റെ ബാധയിൽ മുംതനി മുഹാലായ സാധനത്തിനെ കുറിച്ച് പോലും ഷെയ് എന്ന് പറയാമെന്നാണ്. പക്ഷേ ഇവിടെ അർത്ഥമാക്കാൻ പറ്റില്ല. വൽ ഖുദ്റത്തു അത്തമക്കുനു മിൻ ഈജാദി ഷെയ്. ഈ ഖുദ്റത്ത് പറഞ്ഞാൽ എന്താ? നമ്മളെ ഭാഷയിൽ, അശരീയത്തിൻ്റെ ഭാഷയിൽ ഖുദ്റത്ത് പറഞ്ഞാൽ സിഫത്തു നസരി, അള്ളാഹു താലാക്കുള്ള ഒരു സിഫത്താണ്. അല്ല, അത് സിഫത്ത് എന്നല്ല, ഒരു വസ്തു ഉണ്ടാക്കാൻ സാധിക്കുക എന്നാണ്. അത്തമക്കുനു മിൻ ഈജാദി ഷെയ്, ഒരു വസ്തു ഉണ്ടാക്കാൻ കഴിയുക എന്നാണ്. അതിന് പ്രത്യേക സിഫത്തൊന്നുമല്ല. ഒരഭിപ്രായം അത് സിഫത്ത് തന്നെയാണ്. ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത് എന്നതുപോലെയൊക്കെയുള്ള തമക്കുന്, ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ സാധ്യമാകുന്നതിനെ തേടുന്ന ഒരു സിഫത്ത് തന്നെയാണത് എന്ന്. പിന്നെ ഒരഭിപ്രായമുണ്ട്. ഒരഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഖുദ്റത്തുൽ ഇൻസാനും അള്ളാഹു താലാൻ്റെ ഖുദ്റത്തു 2 ആണ്. അള്ളാഹിൻ്റെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന് പ്രവൃത്തിക്ക് സാധ്യമാകുന്ന ഒരവസ്ഥക്കാണ് ഖുദ്റത്ത്. എനിക്ക് നിങ്ങൾക്കും ഖുദ്റത്തുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ പേനെടുക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് ഹൈഅത്തുൻ, ഒരവസ്ഥ, ബിഹ, അതുകൊണ്ട് തമക്കനുൽ ഇൻസാനും, മനുഷ്യന് സാധിക്കും. എന്തിനു സാധിക്കും? മനുഷ്യന് സാധിക്കും മിനൽ ഫീലി, ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ കിതാബ് എടുക്കാൻ, ക്ലാസ് കേൾക്കാനൊക്കെ സാധിക്കുന്ന ഒരവസ്ഥയല്ലേ? ആ അവസ്ഥക്കാണ് മനുഷ്യൻ്റെ ഖുദ്റത്താണ്. അള്ളാഹ്ക്ക് അങ്ങനെ പ്രത്യേക ഹയ്യത്തൊന്നുമില്ല. അള്ളാഹിൻ്റെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ ഇബാറത്ത് നഫി നസി, അള്ളാഹു തആലക്ക് കഴിവുകേടില്ലാതിരിക്കുക എന്നുള്ളതാണ്. അത് സെൽബിയ സിഫത്താണെന്ന് അർത്ഥം. സിഫത്തുകൾ 2 ഉണ്ടല്ലോ, സുബൂത്തി, സെൽബി എന്നറിയുന്നത്. മനുഷ്യനിൽ ഖുദ്റത്ത് സുബൂത്തിയായ സിഫത്താണ്, അള്ളാഹുവിലത് സെൽബിയാണ്. അതായത് അശക്തത ഇല്ലാതിരിക്കുക എന്നാണ് അള്ളാഹിൻ്റെ ഖുദ്റത്ത്. അള്ളാഹു തആല കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ കഴിവ് പറഞ്ഞ പ്രത്യേക ഗുണമുണ്ട് എന്നല്ല പറഞ്ഞത്. അള്ളാഹു തആലക്ക് അശക്തിയില്ല, കഴിവുകേട് ഇല്ല എന്നാണ് അർത്ഥം. ആ ഖുദ്റത്ത് പോകുന്നതാണ് ഖാദിറും ഖദീറും. എന്താ അർത്ഥം? ഖാദിർ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ഇൻഷാ ഫഅല വ ഇല്ലം യശഅ ലം യഫഅൽ. വേണമെന്ന് കരുതിയാൽ ചെയ്യും, വേണ്ടാന്ന് കരുതിയാൽ ചെയ്യൂല. ഇതിനാണ് ഖാദിർ എന്ന് പറയാം. ഖദീർ എന്നാണ് അള്ളാഹ് ഇവിടെ ആയത്ത് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? ഫഅലു ലിമാ യശാഉ അലാ മാ യശാ എന്നാണ്. ഉദ്ദേശിച്ചതിനെ ഉദ്ദേശിക്കും വിധം ചെയ്യുന്നവൻ എന്നാണ് അള്ളാഹ്. ഇതിപ്പോൾ പഠിച്ചവനല്ലേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിദാലിക ഖല്ലമാ യൂസഫു ബിഹി ഖൈറുൽ ബാരി തആല, അള്ളാഹു അല്ലാത്തവരെക്കുറിച്ച് ഖദീർ എന്ന് പറയാറില്ല, ഖാദിർ എന്ന് പറയാറുള്ളൂ. കാരണം ഉദ്ദേശിക്കുന്നതിന് ഉദ്ദേശിക്കും പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാം. ഖദീറും ഖാദിറും ഒന്ന് ഫായിൽ വസനല്ലേ, റഹീം അലീം മാതിരി. അപ്പം പിന്നെ ഖാദിറിനേക്കാൾ കുറച്ചുകൂടി ബലാഗത്ത് വേണ്ടേ? അടുത്തത് ഖുദ്റത്ത് എന്ന വാക്കിൻ്റെ ഇസ്തിഖാഖ് എന്താണെന്നാണ്. ഖദർ എന്ന് പോകുന്നതാണ്. കാരണം ഓരോരുത്തരുടെയും കഴിവിൻ്റെ അളവിലാണല്ലോ ഒരാളൊരു പ്രവൃത്തി നടത്തുന്നത്. എല്ലാവർക്കും ഒരേ കഴിവല്ല, ഓരോരുത്തർക്കും ഓരോ അളവിലാണ് കഴിവ്. ഇസ്തിഖാഖുൽ ഖുദ്റത്തി മിനൽ ഖദരി. എന്തുകൊണ്ട്? ലിഅന്നൽ ഖാദിറ യുർഖിയുൽ ഫീല അലാ മിഖ്ദാരി ഖുവ്വത്തി, അവൻ്റെ കഴിവിനനുസരിച്ചാണ് അവൻ പ്രവൃത്തി നടത്തുന്നത്. ഔ അലാ മിഖ്ദാരി മാ തഖ്തദീഹി മശിയത്തു, അല്ലെങ്കിൽ അവൻ്റെ ഉദ്ദേശം തേടുന്നതിനനുസരിച്ചാണ്. ഓരോരുത്തരുടെ ഉദ്ദേശം എത്രയാണോ ആ അളവിലാണ് ഉണ്ടാവുക. ഒരു ബക്കറ്റ് നിറച്ച് ഉദ്ദേശിക്കുന്നവന് ആ അളവിലുണ്ടാകും. ഒരു റൂം നിറച്ച് എന്നാണെങ്കിൽ ആ അളവിലുണ്ടാകും. അതിൽ നിന്ന് പോകുന്നതാണ് ഖുദ്റത്ത്. ഏതായാലും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതിൽ നമുക്ക് മനസ്സിലാകുന്ന അഖീദകൾ എന്താണ്, ഫഹ്മ് എന്താണ്, ഫിഖ്ഹ് എന്താണ്, അത്
ഫഹ്മ് എന്താണെന്ന് ചോദിച്ചാൽ വഫീഹി ദലീലുൻ അലാ അന്നൽ ഹാദിസ ഹാല ഹുദൂസിഹി വൽ മുംകിന ഹാല ബഖാഇഹി മഖ്ദൂറാനി. മുംകിനും ഹാദിസും രണ്ടും ഒന്ന് തന്നെ അല്ലേ? ഹുദൂസിൻ്റെ നേരത്തും മുംകിന് അതിൻ്റെ ബഖാഇൻ്റെ നേരത്തും എന്താണ്? മുംകിന് അതിൻ്റെ ബഖാഇൻ്റെ നേരത്തും വ അന്നൽ മഖ്ദൂർ അൽ അബ്ദി മഖ്ദൂറുല്ലാഹി മഖ്ദൂറാനി, അള്ളാൻ്റെ മഖ്ദൂർ തന്നെയാണ് ഒന്ന്. രണ്ട്, വാന്ന മഖ്ദൂർ അൽ അബ്ദി മഖ്ദൂറുല്ലാ, അടിമൻ്റെ മഖ്ദൂർ എന്ന് പറയുന്നത് ആരുടെയും മഖ്ദൂർ തന്നെയാണ്? അള്ളാഹുവിൻ്റെയും മഖ്ദൂർ തന്നെയാണ് അല്ലേ? അടിമക്ക് സ്വന്തമായിട്ട് എന്തില്ല പ്രത്യേക കഴിവൊന്നും ഇല്ല. അടിമക്ക് സ്വന്തമായിട്ട് കഴിവൊന്നും ഇല്ല. അടിമൻ്റെ മഖ്ദൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മഖ്ദൂറാണ്. കാരണം അള്ളാഹു താലാക്ക് എല്ലാത്തിൻ്റെ മേലും കഴിവുണ്ടെന്നാണ് അടിമൻ്റെ കഴിവുകളുടെ മേലും കഴിവുണ്ടെന്നതിന് അർത്ഥമുണ്ടല്ലോ. അപ്പം അടിമക്ക് എന്തില്ല? സ്വന്തമായിട്ട് കഴിവൊന്നും ഇല്ല. ഖുദ്റത്തൊക്കെ അള്ളാഹുവിൻ്റേതാകുന്നു. ഇത് നമുക്ക് എന്താവും ഇന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടും. എന്ന കുല്ല ഷെയ്ഇൻ എന്നുഹു ഷെയ്ഉൻ, കാരണം അടിമൻ്റെ കഴിവ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ കഴിവ് തന്നെയല്ലേ? ഷെയ് അല്ലേ? വകുല്ലു ഷെയ്ഇൻ മഖ്ദൂറുല്ലാ, എല്ലാ ഷെയ്യും അള്ളാഹിൻ്റെ മഖ്ദൂറല്ലേ? അള്ളാഹു ഖാദിറാണ്. അപ്പോൾ അള്ളാഹു താലാൻ്റെ ഖുദ്റത്തിന് വിധേയപ്പെടുന്നതിൻ്റെ പേരാണ് മഖ്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹ് ഖാദിറാണ്, അവൻ്റെ പ്രവൃത്തിൻ്റെ പേരാണ് ഖുദ്റത്ത്. അവൻ ഖുദ്റത്ത് എന്തിനോടാണോ ബന്ധിക്കുന്നത് അതിൻ്റെ പേരാണ് മഖ്ദൂർ. അടിമൻ്റെ പ്രവൃത്തിയും അള്ളാഹിൻ്റെ മഖ്ദൂറാണ്. ശരി, ഇനി ഇതുവരെ പറഞ്ഞ എല്ലാ ആയത്തുകളെയും കൂട്ടി സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു സംയോജനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ അല്ലേ? സ്വായിഖത്തിൻ്റെ ഒക്കെ സയ്യിബ് മിനസ്സമായി ആയത്ത് നോതി വയ്ക്കാൻ കിട്ടും. അത് പറയേണ്ട ആയത്തില്ലേ? ആ ആയത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു അവലോകനാണ്. അതായത് ഇന്നതുപോലെയാണ്, സയ്യിബ് മിനസ്സമാവ് പോലെയാണ്, അവക്കത് ഉലുമാത്തിൻ്റെ അല്ലെങ്കിൽ കുറേ ഇരുട്ട് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? ഏതൊക്കെ വിഷയത്തിലാണ് ഇവർ ഉദാഹരണമാകുന്നത് അതൊന്ന് വിശദമായിട്ട് പറയാണ് ചെയ്യുന്നത്. ഓക്കെ, എത്ര ഉദാഹരണം? മസലുഹും ക മസലില്ലതി സ്തൗഖദ നാറാ എന്നുള്ള ഉദാഹരണം പറഞ്ഞു. ആ സയ്യിബ് മിനസ്സമായി ഫീഹി ലുലുമാത്തുൻ എന്നും പറഞ്ഞു അല്ലേ? ഈ രണ്ട് ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മൊത്തം ഒരു സംയോജനം. ഓക്കെ, പിന്നെ അല്ലാഹിറു അന്ന തംസീലൈനി, ഈ രണ്ട് ഉദാഹരണങ്ങളും മിൻ ജുംലത്തി തംസീലാത്തിൽ മുഅല്ലഫ, ആ തംസീലുൽ മുഅല്ലഫയിൽപ്പെട്ടതാണ്. തംസീൽ മുറക്കബ് എന്നൊക്കെ പറയും. തംസീൽ മുറക്കബ് എന്ന് പറയും. എന്താ തംസീൽ മുറക്കബ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. അതിൽ നിന്ന് എല്ലാം കൂടെ ഒളിച്ചിരുന്നിരുന്ന ഒരാശയം ഉണ്ടല്ലോ, ആ ആശയത്തെ മറ്റ് കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു മുഴുവൻ ആശയത്തിൻ്റെ ആകെത്തുകയോട് തുല്യപ്പെടുത്തുക. കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നിനെ മറ്റൊന്നിനോട് തുല്യപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മൊത്തത്തിലുള്ള കാര്യത്തെ മൊത്തത്തിൽ തുല്യപ്പെടുത്തുന്നതിനാണ് തംസീലാത്തുൽ മുഅല്ലഫ്. തംസീൽ എന്ന് പറയുന്നത് ഇൽമുൽ ബലാഗയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തംസീൽ മുറക്കബ, തംസീൽ മുഫറഖ എന്ന് പറയും, തംസീൽ മുഫ്രദത്ത് എന്നൊക്കെ പറയും. തംസീൽ മുഫ്രദത്ത് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാകും. അതിൽ നിന്ന് ഓരോന്നും ഉപമയായിരിക്കും. അതിന് മറ്റേ കൂട്ടത്തിൽ നിന്ന് ഓരോ ഉപമയും ഉണ്ടാകും. മുഷബ്ബഹും മുഷബ്ബഹു ബി ഉണ്ടാകും. തംസീൽ മുറക്കബാകുമ്പം എല്ലാം കൂടെ കൂടിയിട്ട് ഒരു മുഷബ്ബഹും മറ്റേ ഭാഗത്ത് ഇന്നതുപോലെ എന്ന് പറയുന്ന അവിടെ ഒരു മുഷബ്ബഹു ബിയാണ് ഉണ്ടാവുക. അതൊന്ന് നമുക്ക് പരിശോധിക്കാം. വല്ലാഹിറു അന്ന തംസീലൈനി മിൻ ജുംലത്തി തംസീലാത്തിൽ മുഅല്ലഫ വഹുവ അൻ യുശബ്ബഹ. ഈ തംസീൽ മുഅല്ലഫ് മുറക്കബ് എന്ന് പറഞ്ഞാൽ എന്താ? അൻ യുശബ്ബഹ കൈഫിയത്തുൻ മുൻതസഅത്തുൻ മിൻ മജ്മൂഇൻ തവാമത്ത് അജ്സാഉഹു വ തലാസഖത്ത് ഹത്താ സ്വാറത്ത് ഷൈഅൻ വാഹിദൻ. അത് മനസ്സിലാക്കുക. അതാണ് മുശബ്ബഹ്. ഒരു കൈഫിയത്തിന്, ഒരു രൂപത്തെ തുല്യപ്പെടുത്തുക. എങ്ങനത്തെ രൂപം? മുൻതസഅത്തുൻ മിൻ മജ്മൂഇൻ, കുറേ കാര്യങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട എങ്ങനത്തെ കുറേ കാര്യങ്ങൾ? തലാമത്ത് അജ്സാഹു, അതിൻ്റെ എല്ലാ ജുസ്ഉകളും പരസ്പരം ചേർന്ന് നിൽക്കുകയാണ്. ഓ തലാസഖത്ത്, ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഹത്താ സ്വാറത്ത് ഷൈഅൻ വാഹിദൻ, അതൊരൊറ്റ വസ്തുവായിട്ടുണ്ട്. കമസലുഹും കമസലിൽ ഇസ്തൗഖദ നാറൻ, തീ കത്തിച്ചു എന്നുള്ള ഒറ്റക്കല്ല, പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഫലമ്മ അങ്ങനെ കത്തിച്ചു, അങ്ങനെ കെട്ടു, അങ്ങനെയൊക്കെ പാടായപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടായി. ഈ മൊത്തത്തിലുള്ള അവസ്ഥയെ തുല്യപ്പെടുത്തുക എന്തിനോട്? ബി ഉഖ്റ മിസ്ലിഹ, തുല്യമായ മറ്റൊന്നിനോട്. ഖൗലിഹി തആല മസലുല്ലദീന ഹമ്മിലു തൗറാത്ത, തൗറാത്തിന് നൽകപ്പെട്ടു, സുമ്മ ലം യഹ്മിലുഹ, പിന്നെ ചുമന്നില്ല, അവർ ഏതുപോലെയാണ്? കമസലിൽ ഹിമാരി, കഴുതയെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, കിതാബ് കെട്ട് ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ഇവിടെ തൗറാത്ത് ചുമക്കപ്പെട്ടു എന്നുള്ള മുശബ്ബഹാണോ? അല്ല. പിന്നെ ചുമന്നില്ല എന്നുള്ളത് വേറെ മുശബ്ബാണോ? അല്ല. കൊടുത്തു, പിന്നെ അത് ചുമന്നില്ല, ഏറ്റു, പിന്നെ അത് കൊണ്ടു നടന്നില്ല എന്നെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരവസ്ഥ എന്ത് ചെയ്തു? കഴുതനോടാണ് തുല്യപ്പെടുത്തിയത്? അല്ല. കിതാബ് ചുമക്കുന്നതിനോടാണ് തുല്യപ്പെടുത്തിയത്? അല്ല. കിതാബ് ചുമന്ന് കഷ്ടപ്പെട്ട് നടക്കുന്ന ഉപകാരപ്പെടാത്തൊരു കഴുതയുടെ അവസ്ഥയോട് തുല്യപ്പെടുത്തി. ഫഇന്നഹ, ഈ ആയത്ത് നോക്കി നിങ്ങൾ, തശ്ബീഹു ഹാലിൽ യഹൂദി, ജൂതന്മാരുടെ അവസ്ഥയെ തുല്യപ്പെടുത്തുകയാണ്. അവരാണ് മുനാഫിഖീങ്ങളെ. ഏതവസ്ഥ? ഫീ ജഹ്ലിഹിം ബിമാ മഅഹും മിനത്ത് തൗറാത്തി. ഇവിടെ ഈ ഉദാഹരണത്തിൽ മിനത്ത് തൗറാത്തിയിൽ അവരടുത്തുള്ള തൗറാത്തിലുള്ള വിവരം അവർക്ക് അറിയില്ല എന്ന വിഷയത്തിൽ ജൂതന്മാരുടെ അവസ്ഥയെ തുല്യപ്പെടുത്തി ബിഹാരിൽ ഹിമാരി, ഒരു കഴുതയുടെ അവസ്ഥയോട്. ഫി ജഹ്ലിഹി ബിമാ യഹ്മിലു മിൻ അസ്വാരിൽ ഹിക്മ, വിജ്ഞാനത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതക്ക് അതെന്താണ് എന്നറിയില്ലല്ലോ ആ വിഷയത്തിൽ. അപ്പോൾ ഇവിടെ എന്താ സാധനം? മസ്ലുഹും കമദിൽ സൗഖനാറ എന്നുള്ളത് നമ്മൾ നോക്കുക. വൽ ഖറദു മിൻഹുമ, ഈ രണ്ട് ഉദാഹരണങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശം തംസീലു ഹാലിൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളുടെ അവസ്ഥയെ തുല്യപ്പെടുത്തുകയാണ്. അവരാണല്ലോ നേരത്തെ പറഞ്ഞത് വേറെ, ഇവിടെ മുനാഫിഖീങ്ങളെ കഥയാണ്. എന്താ മുനാഫിഖീങ്ങളുടെ അവസ്ഥ? മിനൽ ഹൈറത്തി, പരിഭ്രമം, ഷിദ്ദത്തി, ആകെ അടങ്ങേറ്, ഇതിനെ തുല്യപ്പെടുത്തുക. ആരോട്? മുനാഫിഖീങ്ങളുടെ അവസ്ഥ ആകെ എന്താ ഇപ്പോൾ കാട്ടുകയെന്ന് അറിയില്ല, പിടിക്കപ്പെടുമോ എന്നറിയില്ല, ആകെ കള്ളി പൊളിയോ എന്നറിയില്ല, ആകെ ഇടങ്ങേറ് ബുദ്ധിമുട്ടാണ്. ഈ അവസ്ഥയെ തുല്യപ്പെടുത്തി ബിമാ യുക്കാബിദുഹു മനിന്തഫഅത്തിനാറു, തീ കെട്ടുപോയവൻ അനുഭവിക്കുന്ന പ്രയാസത്തോട്. ഖാബത എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക എന്നൊക്കെ അർത്ഥം. ബാദ ഇഖാദിഹ, കത്തിച്ചതിന് ശേഷം. എപ്പോഴാണ് കത്തിച്ചത്? ഫി ദുൽമത്തിൻ, ഇരുട്ടിലാണ് എന്തായത് കത്തിച്ചത്. ബിമാ യുക്കാബിദുഹു മൻ തൊഫിയത്തിനാറു, തീ കെട്ടുപോയി. ബാദ ഇഖാദി, കെട്ടിച്ചതിന് ശേഷം. അല്ലെങ്കിൽ ഓ ബിഹാലി മന്നാഹ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മുനാഫിക്കുകളുടെ അവസ്ഥ തുല്യപ്പെടുത്തുക. രണ്ടാമത്തെ ഉദാഹരണമാണ് ബിഹാലി മൻ അഖദത്തുഹു സമാഉ ഫീ ലൈലത്തിൻ മുളിമ മാ റാദിൻ ഖാസിം വബർഖിൻ ഖാതിഫിൻ മിൻ ഖൗഫിൻ മിന സവായിഖി. എങ്ങനെ? നല്ല കൂരിരുട്ടിൽ ഇടിയും മിന്നും ഭയവും എല്ലാം കൂടിയ അവസ്ഥയിൽ എന്ത് ചെയ്തു? മഴ പെയ്ത ഒരു അവസ്ഥനോട്. ബിഹാലിമൻ ഒരുത്തൻ്റെ അവസ്ഥയോട്. അഖദത്തു സമാഉ, മഴ പെയ്തു. ഫീ ലൈലത്തിൻ മുളിമ, ഇരുട്ട് രാത്രിയിൽ. മാ റാദിൻ, നല്ല ശക്തിയായ ഇടിയുണ്ട്. ഖാസിഫിൻ, ശക്തമായ. ബർഖിൻ, മിന്നുണ്ട്. ഖാത്തിഫിൻ, ആകെ കരിച്ചു കളയുന്ന, അങ്ങനെയല്ലോ ഇടിമിന്നലേറ്റായിട്ട് കരിണമൊക്കെ കേട്ടില്ലേ. ഖൗഫിൻ, പേടിയുണ്ട്. പിന്നെ സവായിക്ക്, മറ്റേ സവായിക്ക് ഇടി തന്നെയാണ്, പക്ഷെ അത് ഭയങ്കര ഇടിയായിരിക്കും, മരണം വരെ സംഭവിക്കുന്ന ഇടിയായിരിക്കും. ഇങ്ങനെയുള്ള ഒരാൾ എന്തേക്കാര അവസ്ഥ? രാത്രിയിൽ പെട്ടാൽ, ആകാശത്ത് നിന്ന് മഴ പെയ്തായിട്ട് കൂരിരുട്ടിൽ ഒരു വിജനമായ സ്ഥലത്ത് പെട്ടാൽ അതേ ഒരു അവസ്ഥയോട് തുല്യപ്പെടുത്തി. ഇനി വേണമെങ്കിൽ ജാലുഹു മിൻ ഖബീൽ തംസീലിൽ മുഫ്രദാക്കുക. ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യത്തെ രണ്ടാമത് പറഞ്ഞിരുന്നതിൽ ഒരു കാര്യത്തിനോട് തശ്ബീഹാക്കുക. അതെന്താ തംസീൽ മുഫ്രദ് പറഞ്ഞാൽ? അന്തേഹുദ് അഷിയാ ഫുറാദ, അഷിയാ കുറേ കാര്യങ്ങൾ എടുക്കുക, ഫുറാദ വേറെ വേറെ ഒറ്റക്കൊറ്റക്കായിട്ട് എടുക്കുക. ഇങ്ങോട്ട് ഇപ്പോൾ തശ്ബീഹുഹാ ബി അംസാലിഹ, അവയെ അതിനോട് തുല്യമായതിനോട് തുല്യപ്പെടുത്തുക, തശ്ബീഹ് ചെയ്യുക. ഖൗലിഹി തആല വമാ യസ്തവിൽ അഅമാ വൽ ബസീർ എന്ന് പറഞ്ഞു. വലൽ ളുലുമാത്തു വലന്നൂർ വലൽ ളില്ലു വലൽ ഹറൂർ. അതെന്താ? അഅമന ളുലുമാത്തിനോട് തശ്ബീഹ് എടുത്തി, ബസറിനെ നൂറിനോടും അതേമാതിരി അഅമന ളില്ലിനോടും ബസറിനെ ഹറൂറിനോടും തുല്യപ്പെടുത്തി. ഹറൂർ പറഞ്ഞാൽ നെല്ല് എന്ന് പറഞ്ഞാൽ തണുത്തത്, ഹറൂർ പറഞ്ഞാൽ ചൂട് കാറ്റ്, രാത്രി ഉണ്ടാവുക. ഇമ്രു ഖൈസും പറഞ്ഞിട്ടുണ്ട്, കാന്ന ഖുലൂബത്തൈനി, പക്ഷികളുടെ ഹൃദയം റത്തുബൻ വയാബിസൻ, അത് ഉണങ്ങിയിട്ടും പച്ചയായിട്ടും. ലതാ ബക്രിഹാദിൻ്റെ കൂടിൻ്റെ അടുത്ത് അല്ല ഉന്നാബ് പോലെയുണ്ട്. വൽ ഹഷ്ഫുൽ ബാലി, ഉണങ്ങിയ ഏതുപോലെയുണ്ട്? തോല് പോലെയുമുണ്ട്. അവിടെ ഇപ്പോൾ ശരിക്ക് ഖുലൂബ് തൈറിനെ റത്തുബാകുമ്പം ഉന്നാബിനോട് തുല്യപ്പെടുത്തി, യാബിസാകുമ്പോൾ ഹഷ്ഫുൽ ബാലിനോടും തുല്യപ്പെടുത്തി. ഒന്നിനെ മറ്റൊന്നിനോട്, ഈ സംഘത്തിൽ നിന്നുള്ള ഒന്നിനെ ആ സംഘത്തിൽ ഒന്നിനോട്, അങ്ങനെ. അപ്പം എന്താണ് മുനാഫിഖീങ്ങളുടെ കാര്യത്തിൽ പറയാം? യുഷബഹ ഫിൽ അവ്വലി മസലുഹും കമസലിൽ ഇസ്തൗഖദനാറ എന്നുള്ളിടത്ത് തുല്യപ്പെടുത്തി. ദവാത്തുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെ തുല്യപ്പെടുത്തി. ഇതിൽ മുസ്തൗഖിദീന, തീ കത്തിച്ചവരോട്.
പിന്നെ തീ കത്തിച്ചവരോട് തുല്യപ്പെടുത്തി. തീ കത്തിച്ച ആൾക്കാരെ മതിരാ മുനാഫിഖീങ്ങൾ. പിന്നെ ഇൽഹാറുഹുമുൽ ഈമാന, റസൂലുള്ളാഹിന്റെ മുന്നിൽ ഈമാൻ ഇങ്ങനെ വെളിപ്പെടുത്തുമല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി, അതിനെ തുല്യപ്പെടുത്തി ബിഇഖാദിന്നാരി, തീ കത്തിക്കലിനോട്. പിന്നെ അങ്ങനെ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഈമാൻ വെളിപ്പെടുത്തിയ എന്താ കാര്യം? വമൻ തഫഉ ബിഹി മിൻ ഹഖ്നിദ്യമായി, അവരെ രക്തം സംരക്ഷിക്കാൻ പറ്റും എന്ന അവർ ഉപകരിച്ച ആ ഒരു നേട്ടത്തെ തുല്യപ്പെടുത്തി. അപ്പോൾ സലാമത്തിൽ അംബാലി വലൗലാദി, സമ്പത്തും മക്കളെയൊക്കെ രക്ഷപ്പെടുത്താം എന്ന അവരുടെ ഉപകാരത്തെ തുല്യപ്പെടുത്തി ബിളാഅത്തിന്നാരി മാ ഹൗലൽ മുസ്തഖിരീൻ, ആ തീ കത്തിച്ചവർക്ക് ചുറ്റുഭാഗത്തും തീ പ്രകാശിക്കുന്നതിനോട് തീ എന്തായി? തീ കത്തിച്ചവരുടെ ചുറ്റുഭാഗത്തുമുള്ള വസ്തുക്കളെ കാണിച്ചില്ലേ, അതിനോട് തുല്യപ്പെടുത്തി. അങ്ങനെ വസവാരദാലിക അൻഹും അലൽ ഖുർബി ബിഹുലാക്കിഹിം വൈഫ്ഷായി ഹാലിഹിം വൈബഖായിം ബിൽ ഖസാരി ദായിമി വല്ലദാബി സർമദി. പിന്നെ ആ മുനാഫിഖീങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യമൊക്കെ നീങ്ങിപ്പോയി. അലൽ ഖുർബി പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോയി. അതെങ്ങനെ? ബിഹുലാക്കിഹിം, അവരെ നശിപ്പിച്ചു. വൈഫ്ഷായി ഹാലിഹിം, അവരെ മുനാഫിഖീങ്ങളാണ് എന്ന അവസ്ഥ ആകെ പരസ്യപ്പെടുത്തി. എന്നിട്ട് വൈബഖായിഹിം, അവരെ അവശേഷിപ്പിച്ചു. ഫിൽ ഖസാഇരി ദായിമി വല്ലദാബിൽ സർമദി, നിത്യമായ നഷ്ടത്തിലും നിത്യമായ അദാബിലും അവരെന്താക്കി? ബാക്കിയാക്കി. ഇതൊക്കെയാണ് പിന്നെ മുനാഫിഖീങ്ങൾക്ക് ഉണ്ടായത്. ഈ അവസ്ഥയെ തുല്യപ്പെടുത്തി ബി ഇത്തുഫാഇനാരിഹിം, തീ കെടുത്തിയതിനോടും വദ്ദഹാബി ബിനൂരിഹിം, അവരെ പ്രകാശത്തെ മുഴുവനും അള്ളാഹു കൊണ്ടുപോയതിനെയും. ഇതാണ് ഒന്നിനെ, ആ സംഘത്തിൽപ്പെട്ട ഒന്നിനെ ഈ സംഘത്തിൽപ്പെട്ട ഒന്നിനോട് തുല്യപ്പെടുത്തി. മൂന്നവസ്ഥയുള്ളത്, ഒന്ന് മുനാഫിഖീങ്ങൾ എന്ത് ചെയ്തു? മുനാഫിഖീങ്ങൾ എന്നൊരവസ്ഥ, രണ്ടാമത്തെ ഈമാന് വെളിപ്പെടുത്തുക എന്നുള്ള അവസ്ഥ, മൂന്നാമത്തെ ഈമാന് വെളിപ്പെടുത്തിയത് കൊണ്ട് അവർക്കുണ്ടായ നേട്ടം എന്നവസ്ഥ, നാലാമത്തത് അതൊക്കെ നീങ്ങിപ്പോയപ്പോൾ അവർക്കുണ്ടായ അവസ്ഥ. അതേ അവസ്ഥ 4 അവിടെയും അപ്പുറത്തുണ്ട്. രണ്ടാമത്തെ ആയത്തിൽ അംഫുസുഹും, മുനാഫിഖീങ്ങളെ തുല്യപ്പെടുത്തി ബി അസ്ഹാബി സയ്യിബി, ആ മഴ പെയ്ത ആൾക്കാരോട്. പിന്നെ ഈമാനുഹുമുൽ മുഖാലിത്ത ബിൽ കുഫ്രി വൽ ഖിദായി, കുഫറും ചതിയും കൗടിക്കലർന്ന അവരുടെ വിശ്വാസത്തെ തുല്യപ്പെടുത്തി ബി സയ്യിബിൻ ഫീഹി ദുലുമാത്തും പറയാതുൻ, ഇരുട്ടും ഇടിയും ബർക്കും ഉള്ള ഒരു മഴയോട് തുല്യപ്പെടുത്തി. മിൻ ഹൈസു ഇന്നഹു വ ഇൻകാ നാഫിയൻ ഫി നഫ്സി, സംഗതിയിൽ അത് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഉപകാരമുള്ളതാണെങ്കിൽ പോലും ലാക്കിന്നഹു ലമ്മാ വജിദ ഫി ഹാദിഹി സൂറത്തി, ഈ മഴ എന്നുള്ളത് ഫി നഫ്സിൽ സ്വന്തമായിട്ട് ഉപകാരമുള്ളതാണെങ്കിലും ഈ പ്രത്യേകമായ രൂപത്തിലുണ്ടായപ്പോൾ, അതായത് റായതും ബർക്കും ദുലുമാത്തും എല്ലാം കൂടെ ആയപ്പോൾ ആദ നഫ്ഉഹു ദർറൻ, ഈ മഴൻ്റെ ഉപകാരം ഉപദ്രവമായി. അതുപോലെ അവരുടെ ഫി നഫ്സിലിപ്പം മുനാഫിഖീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി എന്നുള്ള ഉപകാരമാണെങ്കിലും കുഫ്ർ കൂട്ടിക്കലർത്തി ചതിയും കൂട്ടിക്കലർത്തിയപ്പോൾ എന്തായി? അത് ഭയങ്കര പ്രശ്നമായി. പിന്നെ ഒനിഫാഖുഹും, അവരുടെ കാപ്പട്യത്തെ തുല്യപ്പെടുത്തി ഹദറൻ നിക്കായാത്തിൽ മുഅ്മിനീന. എന്തിനാണ് ഈ കാപ്പട്യം? മുഅ്മിനീങ്ങൾ അവരെ വേദനിപ്പിക്കുമോ എന്ന്, അവരെ ശിക്ഷിക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണല്ലോ കാപ്പട്യം. അതിനെ തുല്യപ്പെടുത്തി വമാ യത്രിഖൂന ബിഹി മൻ സിവാഹു മിനൽ കഫറ. അതുപോലെ തന്നെ അങ്ങനെ കുഫ്ർ മറച്ചു വെച്ചിട്ട് അവരല്ലാത്ത കാഫിര്യങ്ങളുമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഈ സന്ധിയും ഏർപ്പാടുകളുമില്ലേ, വർത്തമാനങ്ങൾ, യുത്തിരിഖൂന ചെല്ലുന്നതും, ഒമാ ഒന്നിനെയും യുത്തിരിഖൂന ബിഹി, ആ ആശയമായിട്ടാണ് ചെല്ലുക മനസ്സിവാകും മറ്റുള്ള കാഫിര്യങ്ങളോട്. ഇതിനെ തുല്യപ്പെടുത്തി. മോമിനിങ്ങൾ ഇവരെ നാട്ടിൽ നിന്ന് മദീനയിൽ നിന്ന് പുറത്താക്കുമോ, ചവിട്ടി പുറത്താക്കുമോ, ആട്ടി പുറത്താക്കുമോ, കൊല്ലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് നിഫാഖ് ഉള്ളത്. പിന്നെ ആ നിഫാഖിനോടൊപ്പം തന്നെ വമാ ഒന്നുണ്ട്, യുത്തിരിഖൂന ബി, അതുകൊണ്ട് അവരെത്തിക്കുന്നു മനസ്സിവാഹു മിനൽ കഫറ, മറ്റ് കാഫിര്യങ്ങളുമായിട്ട് സമീപിക്കുന്നു. ഇതിനെ തുല്യപ്പെടുത്തി ബിജാരിൽ അസ്വാബി ഫില്ലാദാനി, ചെവിയിൽ വിരൽ വെക്കുന്നതിനോട് തുല്യപ്പെടുത്തി. മിന സവായക്കി ഹദറൽ മൗത്ത്, മരണം പേടിച്ചിട്ട് സവായക്കിനെ തൊട്ട്, അതായത് മിൻ ഹൈസു ഇന്നഹു ലാ യറുദ്ദു മിൻ ഖദരില്ലാഹി ഷൈഅൻ. ഏത് നിലക്കാണത്? ഈ സ്വായക്കത്ത് എന്ന് പറഞ്ഞാൽ ആ പൊട്ടിയില്ലെങ്കിൽ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഇടിയാണത്. ഒരു വലിയ മുമ്പുള്ള സമൂഹത്തൊക്കെ നശിപ്പിച്ച ഇടിയാണ്. അതിന് ചെവിയിൽ വിരൽ തീരിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. മിൻ ഹൈസു ഇന്നഹു ലാ യറുദ്ദു മിൻ ഖദരില്ലാഹി ഷൈഅൻ, ആ കൈവക്കലൊന്നും അള്ളാഹുവിന്റെ ഖദറിനെ തൊട്ട് ഒന്നും തടുക്കൂല. വലാ യുഖല്ലിസു മിമ്മാ യുരീദു ബിഹിം മിനൽ മളാർ, അവരെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പ്രയാസങ്ങളില്ലേ, അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തുകയുമില്ല. ഏത്? നിഫാഖ് മറച്ചു വെക്കലും എന്നിട്ട് കപടവിശ്വാസവുമായിട്ട് കാഫിര്യങ്ങളുടെ അടുത്ത് സമീപിക്കലും അവരൊരിക്കലും രക്ഷപ്പെടുത്തൂല അള്ളാഹിന്റെ ഖദറിനെ തൊട്ട്. ഏതുപോലെ? ഈ സ്വായഖത്തൊക്കെ വരുമ്പോൾ ചെവിയിൽ വിരൽ വെച്ചുകൊണ്ട് കാര്യമില്ലാത്ത പോലെ. അതുപോലെ തഹയ്യുറഹും ലി ഷിദ്ദത്തിൽ അമരി വ ജഹുലഹും ബിമാ യുത്തൂന വേദറൂന ബിഅന്നഹും കുല്ലമാ സാദുഹുൻ ലഖി ഹഖീഖതൻ ഇൻതഹസുഹ ഫുർസതൻ മാ ഖൗഫിൻ യുഖ്തഫ അബ്സാറുഹും ഫഖതഹു തയസിറതൻ ثم إذا خفي فطر لمعانه بقوا متعيدين لا هراك لهم.
ഓ തഹയ്യുറഹും, അവരുടെ പരിഭ്രമത്തെ തുല്യപ്പെടുത്തി. ലിഷിദ്ദത്തിൽ അംരി, അവരുടെ ആ കാര്യത്തിൻ്റെ ഗൗരവത്തിന് വേണ്ടി. ഇതാകെ ഭയങ്കര പ്രശ്നമാണല്ലോ, റസൂലുള്ളാഹിന് മുന്നേ ഈമാൻ വെളിപ്പെടുത്തുക, അങ്ങോട്ട് കാഫിര്യങ്ങളോട് പോയിട്ട് കുഫർ പറയാമെന്നുള്ളത് ഒരു കഠിനമായ കാര്യമാണ്. ജഹ്ലിൻ ബിമാ യൗത്തൂൻ, അവരെന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ അവർക്ക് വിവരമില്ല. യദറൂൻ, എന്താണ് ഉപേക്ഷിക്കുന്നത് എന്നതിലും അവർക്ക് പിടുത്തല്ല. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നതിൽ അതിനെ തുല്യപ്പെടുത്തി. ബിഅന്നഹും കുല്ലമാ സാദഖൽ ബർക്ക്, അവർക്ക് മിന്നൽ അനുഭവപ്പെടുമ്പോഴെല്ലാം ഖഫഖത്തൻ, കുല്ലമാ സാദഫു മിനൽ ബർക്ക് ഖഫഖത്തൻ, ഒരു ചെറിയ തിളക്കം അവർക്ക് കിട്ടുമ്പോൾ, ബർക്കിൽ നിന്ന് മിന്നലിൽ നിന്ന് ഒരു ചെറിയൊരു തിളക്കം, ഒരു മിന്നൽ കിട്ടുമ്പോൾ, സാദഫ് കിട്ടുമ്പോൾ, ഇൻതഹസൂഹ ഫുർസത്തൻ, അതൊരു അവസരമായിട്ട് അവർ ഉപയോഗപ്പെടുത്തും. ഇൻതഹസൂഹ ഫുർസത്തൻ, ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്തും. ഖൗഫി യുഖ്തഫ ബസാറുഹും, അവരെ കണ്ണിൻ്റെ കാഴ്ച പോകുക എന്നുള്ള ഭയം ഉണ്ടാകണം. അങ്ങനെ ഖതൻ യസീറത്തൻ, ഏതാനും കാൽപ്പാടുകൾ മുന്നോട്ട് വെക്കും. സുമ്മ ഇദാ ഖഫിയ ഫത്രലം ആനുഹു, പിന്നെ അത് മറയുകയും അതിൻ്റെ വെളിച്ചം പോവുകയും ചെയ്യുമ്പോൾ ബഖു മുത്തഖയ്യിദീന, അവരാകെ അന്തം വിട്ടുള്ള ബാക്കിയാകും. ലാ ഹിറാക്കലഹും, ഒരനക്കുമില്ലാതെ. ഇതാണ് അവരെ തഹയ്യുറിനെ, മുനാഫിഖീങ്ങളുടെ തഹയ്യുർ. എങ്ങനെ ചെല്ലുക, എങ്ങനെ ഒഴിവാക്കുക, എന്തൊക്കെ ഒഴിവാക്കുക എന്നൊരു പിടുത്തുമില്ല മുനാഫിഖീങ്ങൾക്ക്. ആകെ ബേജാറാണ്. എടുക്കും വേണ്ട, കേൾക്കും വേണ്ട, ഖുർആൻ അനുസരിക്കും വേണ്ട. ഈ കോലത്തിൽ ഒഴിവാക്കേണ്ടതും എടുക്കേണ്ടതുമായ കാര്യത്തിലുള്ള അജ്ഞതയും ഈ കാര്യത്തിൻ്റെ ഗൗരവവും എല്ലാം കൂടെ ആയപ്പോൾ അത് ഏതുപോലെയാണ്, ഈ കൂരിട്ട് പെട്ട ആൾ ഇടിമിന്നൽ കിട്ടുമ്പോൾ ആ ലൈറ്റിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളെ മാതിരിയാണ്. മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത് കെടും, പിന്നെ അങ്ങോട്ട് പോകണമെന്നറിയില്ല. ഈ വിധത്തിൽ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ വിശദീകരണം. അതിൻ്റെ അടുത്ത വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.